നമസ്കാരം. ബീഹാറിൽ നിന്നുള്ള നേതാവായിട്ടുള്ള ബീഹാറിൻ്റെ ഒരു സ്വതന്ത്ര MLA ആയ പപ്പു യാദവ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു. പപ്പു യാദവ് അറസ്റ്റ് ചെയ്ത വാർത്ത നമ്മുടെ പാർട്ടി ചാനലായ CPIMൻ്റെ പാർട്ടി ചാനലായ കൈരളി ന്യൂസ് കൊടുത്ത വാർത്തയാണ് നമ്മൾ ഈ കാണുന്നത്. അവരുടെ ഡിജിറ്റൽ വിഭാഗം കൊടുത്ത ബ്രേക്കിംഗ് കാർഡാണ് നമ്മൾ ഈ കാണുന്നത്. അതായത് നരേന്ദ്രമോദിയെയും നിതീഷ് കുമാർ സർക്കാരിനെയും ഒക്കെ നിരന്തരം വിമർശിച്ച ആൾ പപ്പു യാദവ് 30 വർഷം മുമ്പുള്ള ഒരു കേസ് അറസ്റ്റിൽ എന്നാണ് ഈ വാർത്തയുടെ ഉള്ളടക്കം. എന്ന് പറഞ്ഞാൽ ആ വാർത്തയെ അവരുടെ ആംഗിളിൽ വളച്ചൊടിച്ച് വച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പറഞ്ഞതിൻ്റെ പേരിൽ, നിതീഷ് കുമാർ സർക്കാരിനെതിരെ പറഞ്ഞതിൻ്റെ പേരിൽ പപ്പു യാദവിനെ ഇതാ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന ധ്വനി ഉണ്ടാക്കത്തക്ക രീതിയിലാണ് ഈ വാർത്ത ഫ്രെയിം ചെയ്തിരിക്കുന്നത്. ഏറെ കൗതുകകരമായ വസ്തുത, CPIMൻ്റെ ഏറ്റവും മുതിർന്ന ഒരു നേതാക്കന്മാരിൽ ഒരാളായ ജയരാജൻ്റെ മകൻ ജയിൻരാജ് തന്നെ അവിടെ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. CPI നേതാവ്, CPI MLA അജിത് സർക്കാരിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രധാന പ്രതിയാണ് ഈ പപ്പു യാദവ്. അയാളെ ഇങ്ങനെ വെളുപ്പിക്കരുത് എന്ന അർത്ഥത്തിലാണ് ആ ഒരു കമൻറ്റ് വന്നിരിക്കുന്നത്. ആ കമൻറ്റ് വന്നതോടുകൂടി കൈരളി ന്യൂസ് ആകെ പെട്ടു എന്ന് വേണം കരുതാൻ. അതായത് ഒന്നും അറിയാതെ പപ്പു യാദവിൻ്റെ അറസ്റ്റിനെ മോദിക്ക് നേരെ തിരിക്കാനുള്ള ഒരു രാഷ്ട്രീയ ശ്രമം അത് കൈരളി നടത്തുന്നു. അതിന് CPIMൻ്റെ നേതാവിൻ്റെ മകൻ തന്നെ അതിങ്ങനെയല്ല അങ്ങനെയാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സത്യത്തിൽ ഇവിടെയും മറ്റൊരു കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ CPI MLA കൊന്നതിൻ്റെ പേരിലാണോ ഇപ്പോൾ ഈ അറസ്റ്റ് എന്ന ഒരു ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. അതല്ല, വളരെ സാമാന്യം ചെറിയ ഒരു പപ്പു യാദവിനെയൊക്കെ ഇതിലും വലിയ കേസുകളിലൊക്കെ അറസ്റ്റ് ചെയ്യേണ്ടതാണ് എന്നാണ് പലരും പറയുന്നത്. പക്ഷേ ഇത് സാമാന്യം ചെറിയ ഒരു കേസിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 1995 രജിസ്റ്റർ ചെയ്ത വ്യാജരേഖ ചമയ്ക്കൽ അടക്കമുള്ള ചില കേസുകളിലാണ് ഇപ്പോൾ പപ്പു യാദവ് അറസ്റ്റിലായിരിക്കുന്നത്. ഈ CPI MLA കൊല്ലപ്പെടുന്നത് 1998 98 ജൂലൈ മാസം 14 തീയതിയാണ് കൊല്ലപ്പെടുന്നത്. ആ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയാണ് പപ്പു യാദവ്. പക്ഷേ 2013 കോടതി പപ്പു യാദവിനെ തെളിവുകളുടെ അഭാവത്തിൽ കുറ്റവിമുക്തനാക്കുകയാണ് ചെയ്തത്. മാത്രമല്ല CBI ആണ് കേസ് അന്വേഷിച്ചത്. CBI സുപ്രീം കോടതിയിൽ ഈ കുറ്റവിമുക്തനാക്കിയതിനെതിരെ അപ്പീൽ സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പീൽ ഇപ്പോഴും കോടതിയുടെ പരിഗണനയിലാണ്. അതിൽ തീർപ്പൊന്നും ആയിട്ടില്ല. ഈ ഒരു പശ്ചാത്തലമാണ് ഈ കഥയ്ക്കുള്ളത്. ഇതിനെയാണ് ജയിൻരാജ് ചൂണ്ടിക്കാട്ടിയത്. പക്ഷേ യാതൊരു ബാക്ക്ഗ്രൗണ്ട് ചെക്കും ഇല്ലാതെ, അല്ലെങ്കിൽ യാതൊരുവിധ വിവരവുമില്ലാതെ ഇത്തരത്തിലുള്ള ഒരു വാർത്ത അറസ്റ്റിലായപ്പെടുന്നത് ഒരു പ്രതിപക്ഷ MLA ആയതുകൊണ്ട് തന്നെ മോദിക്കെതിരെ തിരിക്കാനുള്ള ആ പത്രത്തിൻ്റെ വ്യഗ്രതയാണ് ഇവിടെ ആ പത്രത്തിന് ഉള്ള കുഴി തോണ്ടിയത് എന്ന് തന്നെ പറയേണ്ടി വരും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.